ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും ആരാധിക്കാം യേശു കർത്താവിനെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ആരാധിക്കാം യേശു കർത്താവിനെ നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനായി ആരാധിക്കാം യേശു കർത്താവിനെ സർവനീതിയും ആയിത്തീർന്നതായ പൂർണ്ണനാ നീയൻ സർവനീതിയും ആയിത്തീർന്നതായ ഭാഗ്യവാ നീയൻ സർവനീതിയും ആയിത്തീർന്നതായ ധന്യനാ ആരാധിക്കാം യേശു കർത്താവിനെ നീയൻ സർവനീതിയും ആയിത്തീർന്നതായ പൂർണ്ണനാ
യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. റോമർ 8-ാം അധ്യായത്തിന് 31 മുതൽ 35 വരെ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ വചനത്തിലുള്ളതായ വിശ്വാസം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്ന് തൻ്റെ പ്രിയ മക്കളെ നടത്തുന്ന ദൈവമക്കളിലുള്ളതായ വിശ്വാസം. അത് ഉറപ്പിച്ചുകൊണ്ടാണ് ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ ഇവിടെ ഈ കാര്യങ്ങൾ പറയുന്നത്. അവിടെ നമുക്ക് ചില ചോദ്യങ്ങൾ കാണാം. ഒന്നാമത്തെ ചോദ്യം 8-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ആദ്യത്തെ ചോദ്യം അതാണ്. ദൈവമക്കളെ, ആ വാക്ക് പറയുമ്പോൾ തന്നെ ഒരു വലിയ ശക്തി നമ്മളിൽ വ്യാപരിക്കും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ദൈവം നമുക്ക് അനുകൂലം. ആ ചോദ്യം ഇപ്രകാരമായിരുന്നെങ്കിലോ, നമുക്ക് പ്രതികൂലം ആര് എന്ന് മാത്രമായിരുന്നു ആ ചോദ്യമെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രതികൂലങ്ങളുണ്ട്. വിശ്വാസിക്ക് പ്രതികൂലമായി ശക്തിയോടെ എതിർക്കുന്ന സാത്താനുണ്ട്, മറ്റു ചില വ്യക്തികളുണ്ട്, ലോകമുണ്ട്, ജഡമുണ്ട്, പാപമുണ്ട്, തകർക്കുവാൻ നോക്കുന്ന മറ്റനേക വൻ ശക്തികളുണ്ട്. പ്രതികൂലമായിട്ട് ധാരാളമുണ്ട്. പക്ഷേ അതിനെല്ലാം വാസ്തവത്തിൽ തകർത്തുകൊണ്ട്, നിഷ്പ്രഭമാക്കിക്കൊണ്ട് ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുന്നു, ദൈവം എനിക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യ ജീവിതം ഒരു കളിക്കളമല്ല, അതൊരു പോർക്കളമാണ്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ എതിരാളികൾ ധാരാളമുണ്ട്, പ്രതികൂലങ്ങൾ ധാരാളമുണ്ട്. അതൊരു ഹർഡിൽ റേസാണ്. വിശ്വാസത്തിൻ്റെ ശോധനകൾ വരും. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ വന്നതുപോലെ പാപത്തിൻ്റെ ശോധനകൾ പാപിയെ തള്ളും. എന്തെല്ലാം തരത്തിലുള്ളതായ ശോധനകൾ അതിജീവിച്ച് നമുക്ക് സ്വർഗവീട്ടിലെത്താൻ സാധ്യമാകുകയുള്ളൂ. ഒഴുക്കിന് അനുകൂലമായി ഒഴുകി ഒരിക്കലും ജയത്തിൻ്റെ കിരീടം പ്രാപിക്കാൻ സാധ്യമല്ല. ലോകത്തിൻ്റെ ഒഴുക്കിനും പാപത്തിൻ്റെ ഒഴുക്കിനും എതിരായിട്ടുള്ളതായ ഓട്ടമാണ് ആത്മീയ ജീവിതം. ടു ലിവ് ഫോർ ക്രൈസ്റ്റ് ഈസ് ടു ലിവ് എഗൻസ്റ്റ് വേൾഡ്. അതത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനായിരിക്കുന്ന യേശുവിൽ മാത്രം കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഓടാനായിട്ട് സാധിക്കും.
പഴയ നിയമത്തിൽ നോക്കിയാൽ അറിയാം, ഫറവോന്റെ അടിമത്തിൽ നിന്ന് ദൈവമക്കളെ വിളിച്ചിറക്കിയതിന് ശേഷം വാഗ്ദത്ത നാട്ടിൽ എത്തുന്നത് വരെയും എന്തെല്ലാം തരത്തിലുള്ളതായിരിക്കുന്ന പ്രതികൂലങ്ങൾ അവരഭിമുഖീകരിക്കേണ്ടി വന്നു. ചെങ്കടല്, പക്ഷെ ദൈവം അനുകൂലമായിരുന്നു, അത് പിളർന്നു. ദാഹജലം കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു. തീക്കൽ പാറയിൽ നിന്ന് ഉറവകൾ പൊട്ടിപ്പുറപ്പെടുവാൻ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. ആഹാരമില്ലാതെ വലയുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തു, കാടപ്പക്ഷിയെ തന്നു. 31 നാട്ടുരാജാക്കന്മാർ അവരുടെ മാർഗത്തിൽ തടുത്ത് എതിർത്ത് നിന്നു. വളരെ പർവ്വത സമാനമായിരിക്കുന്ന എതിർപ്പുകൾ. ഹല്ലേലൂയ. പക്ഷേ ജീവിക്കുന്ന ഒരു ദൈവം തടസ്സങ്ങളെ തകർത്ത് മുന്നേറുവാൻ ദൈവമക്കൾക്ക് കൃപ നൽകി. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വിത്ത് പാകി കിട്ടണം. സാത്താന് ശക്തിയുണ്ട്, പക്ഷെ എൻ്റെ ദൈവം സർവശക്തനാണ്. എൻ്റെ ചങ്കിനകത്ത് അവരെയും പേറിക്കൊണ്ട് ശത്രുവിന് ഇടം കൊടുക്കുന്ന പാപം തീണ്ടാൻ പോലും ഞാൻ സമ്മതിക്കില്ല തീരുമാനിച്ചുകൊണ്ട് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ ആ ഒരു മറവിൽ നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമുക്ക് ജയത്തോടെ പറയാം, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര് ഉറക്കണം. രണ്ടാമത്തെ ചോദ്യം, 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എന്തൊരാശ്വാസം! ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം ഒരു സ്നേഹനിധിയായ പിതാവുണ്ടല്ലോ. എന്നിലേക്ക് നോക്കി. എൻ്റെ ജീവിതം മുഴുവൻ മലീമസമായിരുന്നു. ഞാൻ കണ്ടുമറിഞ്ഞും വേദനിച്ചുകൊണ്ടാണത് പറയുന്നത്. എനിക്ക് വേണ്ടി തുറക്കുന്ന സ്ഥലം തീർച്ചയായിട്ടും നരകമായിരിക്കാനേ സാധ്യതയുള്ളൂ എന്ന് വളരെ വ്യക്തമായി ഞാനൊരു സമയത്ത് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ എൻ്റെ ജീവിതം ഞാൻ വേണ്ടാധീനത്തിന് വിട്ടുകൊടുത്തു, ലോകത്തിന് വിട്ടുകൊടുത്തു, പാപത്തിന് വിട്ടുകൊടുത്തു. ഒരു മനുഷ്യന് രസിക്കാവുന്ന എല്ലാ കാര്യങ്ങളിലേക്കും വീണു. ഇവിടെ വന്നു ആത്മീയമായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. അത് സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു വലിയ കൃപ അഹങ്കാരിയായിരിക്കുന്ന എനിക്ക് ലഭിച്ചു. പക്ഷെ ആത്മീയ രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പോരാട്ടത്തിൻ്റെ ശക്തി കൂടി. ഒരു തരത്തിലും സ്വർഗവീട്ടിൽ എത്തിക്കാതെ തക്കവണ്ണം ഇവനെ തകർക്കുവാൻ തക്കവണ്ണം സാത്താൻ സർവശക്തിയും സമാഹരിച്ചുകൊണ്ട് പോരാടുവാൻ തുടങ്ങി. തല ഉയർത്തി നിൽക്കുന്ന എൻ്റെ സ്വയം, എൻ്റെ അഹങ്കാരം, എൻ്റെ സ്വയം നീതീകരണം, ഏറ്റവും വലിയ പൈശാചികമായിരിക്കുന്ന ശക്തി തകർക്കാൻ നോക്കിയത് മനുഷ്യൻ്റെ മുമ്പിൽ നല്ലവെള്ള ചമഞ്ഞ് ഒരു സൽപ്പേര് കിട്ടിയാൽ മാത്രം മതി, ജീവിതം വിജയമാണെന്ന് ധരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ മുൻപിലുള്ളതായ അംഗീകാരം ദൈവമക്കളെ ആ സ്വയമെന്ന് പറയുന്ന തല ഉയർത്തി നിൽക്കുന്ന പൈശാചികൻ്റെ പാറയിൽ തട്ടി ഞാൻ തകർന്നു പോകേണ്ടതായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മർമ്മം കൃപയാൽ വചനത്തിലൂടെ എനിക്ക് വെളിപ്പെട്ട് കിട്ടി. സ്വന്തം പുത്രനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിക്കാനല്ല, കൊടും പാപിയായിരിക്കുന്ന എന്നെ വീണ്ടെടുക്കാൻ മരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഞാൻ നിത്യാഗ്നിയിൽ എന്നേക്കുമായി കത്തി ദഹിക്കേണ്ടവനായിരുന്നു. പക്ഷേ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ പാപമറിയാത്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശരീരത്തിൽ സമ്പൂർണ്ണമായി ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൻ്റെ ശിക്ഷ കർത്താവായ യേശുക്രിസ്തു മരണം രുചിച്ചു. യേശുക്രിസ്തു ശിക്ഷ വഹിച്ചു, എനിക്ക് രക്ഷ തന്നു. തുടർന്നുള്ളതായ എൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ പാപം മുഴുവനായിട്ട് മരിച്ചില്ല. പക്ഷേ പാപത്തിന് മേൽ ജയം നൽകുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ഉറവ വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തത്വമായിട്ടല്ല ഞാൻ പറയുന്നത്. കാൽവറി ക്രൂശി കാലഘട്ടത്തിൽ അടിയൊരു യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വിശുദ്ധീകരണത്തിൻ്റെ വ്യാപാരം ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ആ സ്നേഹമാണ് ഒഴുകി വരുന്നത്, ആ നിത്യജീവനാണ് ഒഴുകി വരുന്നത്. ഹല്ലേലൂയ. കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു കുന്ത കൊണ്ട് തിരുവിലാവ് തുറന്നപ്പോൾ എനിക്ക് വേണ്ടി ഒരു സ്വർഗവാതിലാണ് തുറന്നത്. ഹല്ലേലൂയ. ആ സ്വർഗവാതിൽ കൂടി നോക്കിക്കൊണ്ട് വലത്തുഭാഗത്തെ കള്ളൻ സ്വർഗത്തിൻ്റെ മനോഹരത കണ്ടു.
എന്നെ ഒന്ന് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് അവിടെ തന്നെ മറുപടി ലഭിച്ചു. ഇന്ന് നീ എന്നോടുകൂടി പറുദീസിലിരിക്കുമെന്ന്. കർത്താവായ യേശുക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതായ ആ വ്യക്തി ആരാണത്? യൂദയല്ല, സ്ഥാനമോഹികളായിരിക്കുന്ന മഹാപുരോഹിതന്മാരല്ല, പരീശന്മാരല്ല. സ്നേഹനിധിയായ പിതാവായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ എനിക്ക് വേണ്ടി മരിക്കാൻ കാൽവറിയിൽ വിട്ടുകൊടുത്തത്. പക്ഷെ ഞാൻ അധികം നാളത് അറിഞ്ഞില്ല. തൻ്റെ ഏകജാതനായ പുത്രനെ മരിപ്പാൻ തക്കൊണ്ട് നൽകുവാൻ ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവമക്കളെ, അതോടുകൂടി നമുക്കെല്ലാം തരികയില്ലേ? പിതാവായ ദൈവം ഏകജാതനായ പുത്രനെ മരിക്കാൻ വേണ്ടി തന്നുവെങ്കിൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം അവൻ കണ്ടെത്തി തരികയില്ലേ? എൻ്റെ ഉള്ളത്തിലെ നല്ല ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ച് തരികയില്ലേ? നിങ്ങൾ ഉള്ളം തൊട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളറയിൽ എനിക്ക് ആരും അറിയാത്ത ഒരു രഹസ്യ വിശുദ്ധനായി മാറണമല്ലോ. എൻ്റെ കർത്താവ് അത് സാധിപ്പിച്ച് തരികയില്ലേ? ഹല്ലേലൂയ. എൻ്റെ സ്വയത്തെ നിശേഷം ക്രൂശിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവിന് അതിന് ശക്തിയില്ലേ? എന്നെ സ്വർഗ വീട്ടിൽ തടസ്സങ്ങൾ തകർത്ത് എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ യേശു നടത്തി തരികയില്ലേ? ഹല്ലേലൂയ. ഓ, ഏകജാതന് നൽകുവാൻ മടി കാണിക്കാത്തതായ ദൈവം അവനോട് സകലതും എനിക്ക് നൽകാതിരിക്കുമോ? അവസാനവും സ്വർഗവും എനിക്ക് നൽകും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഒന്ന്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. രണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും സ്വർഗം ഉൾപ്പെടെ നമുക്ക് നൽകാതിരിക്കുമോ? മൂന്നാമത്തെ ചോദ്യം 3-4 നമുക്ക് ഒന്നിച്ച് വായിക്കാം. 8-ാം അധ്യായത്തിന് 33-ാമത്തെ വാക്യം. ദൈവം തിരഞ്ഞെടുത്തവരെ ആരെ കുറ്റം ചുമത്തും? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ഹല്ലേലൂയ. 2 ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടോ, ഉണർന്ന് കേൾക്കണം. ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? കൊടുമ്പാവിയാണ് ഒരു പാവപ്പെട്ട ദൈവദാസൻ, കർത്താവിൻ്റെ സ്നേഹത്തെ രുചിക്കുന്ന ഒരു ഉപദേശി, ഒരു വലിയ സുവിശേഷ മഹായോഗത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം ആളുകളുടെ മധ്യത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പഴയ കൂട്ടുകാരൻ എഴുന്നേറ്റ് മുന്നോട്ട് വന്നു. പേര് വിളിച്ചുകൊണ്ട് വന്നിട്ട്, നിനക്ക് എന്നെ അറിയാൻ വയ്യേ? ഞാനും നീയും കൂടി എത്ര സ്ത്രീകളെ ചീത്തയാക്കിയിട്ടുണ്ട്. ഞാനും നീയും കൂടി രാത്രിയിൽ അന്ധകാരത്തിന് മറപിടിച്ചുകൊണ്ട് ഏതെല്ലാം വീടുകൾ കുത്തിത്തുറന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. എന്തെല്ലാം വൃത്തികെട്ട പാപങ്ങൾ നമ്മൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. കുറ്റങ്ങളുടെ ഒരു നീണ്ട പട്ടിക ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് ഒരു പേപ്പറിനകത്ത്, വെള്ള പേപ്പറിനകത്ത് ചുവന്ന മഷി കൊണ്ട് എഴുതിയതായിരിക്കുന്നതായ പട്ടികൾ മുഴുവൻ ഞാനും നീയും ഒന്നിച്ച് ചെയ്തായ പാപങ്ങൾ. ഇത് വെച്ചുകൊണ്ട് നിനക്ക് എന്നെ ഇവിടെ നിന്ന് നീതിമാനെ പോലെ, പുണ്യവാളനെ പോലെ പ്രസംഗിക്കാൻ യോഗ്യത? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം, എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, ഞെട്ടലോടെ ഭയത്തോടെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം കൊടിയൊരു പാപിയാണോ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്? എൻ്റെ കയ്യിൽ എൻ്റെ കൂട്ടുകാരൻ തന്നായ പാപത്തിൻ്റെ പട്ടിക ഞാൻ വായിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കേൾക്കെ വായിച്ചു. എന്നിട്ട് ഈ ഉപദേശി പറഞ്ഞു, ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ ചേർക്കാനായിട്ടുണ്ട്. ഇവൻ അറിയാത്ത കുറേ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആളുകളെല്ലാം അത്ഭുതസപ്തരായി കേട്ടുകൊണ്ടിരുന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം, അദ്ദേഹം പറഞ്ഞു, ദൈവമക്കളെ, ഇനി ഞാൻ പറയുന്നത് കേൾക്കണം. ലോകത്തിലെ പരമോന്നത കോടതി ആയിരിക്കുന്ന കാൽവറി കോടതി, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ സകല പാപങ്ങളെയും മോചിച്ച് എന്നെ നീതിമാനെന്ന് ഡിക്ലെയർ ചെയ്തു. ഇതാണ് കാൽവറി കോടതി. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഏറ്റവും പരമോന്നത കോടതിയിലെ പരമാധികാരിയായിരിക്കുന്ന ന്യായാധിപതി ഡിക്ലെയർ ചെയ്തു, യു ആർ നോട്ട് ഗിൽറ്റി, ആസ് ഇഫ് യു ഹാവ് കമ്മിറ്റഡ് നോ സിൻസ് വാട്ട്സെവർ. കാരണം ഞാൻ ചൊരിഞ്ഞ തങ്കച്ചോര സകല പാപം പൊക്കി ശുദ്ധീകരിക്കുന്നതാണ്. ആ തങ്കച്ചോരയുടെ ശക്തിയുടെ വ്യാപാരം ഇന്നിവിടെ നടക്കുകയാണ്. ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ തങ്കച്ചോരയുടെ ശക്തിയുടെ വ്യാപാരത്തിൻ്റെ ഒരു അനുഭവ സാക്ഷിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനൊരു പുരോഹിതൻ്റെ മകനായി, സുവിശേഷ വേലക്കാരനായി,
പള്ളി ഭക്തനായി, എല്ലാവർക്കും കൊള്ളാവുന്നവനായി നടന്നായ സമയം കാൽവറിയിലെ സ്നേഹച്ചരടിനെ ആകർഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ രക്തമൊഴുകി വരുന്ന ക്രൂശിൻ ചോടിനോട് ചേർത്ത് ബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവമക്കളെ ഞാൻ കുടുംബമായി തകർന്നു പോകുമായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എനിക്ക് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ഊറ്റി തന്ന തങ്കച്ചോര, അതിൻ്റെ ശക്തിയുടെ വ്യാപാരത്തിൽ വിശ്വാസമുണ്ട്. അവൻ സകല പാവം പൊക്കി ശുദ്ധീകരിക്കുന്ന തങ്കച്ചോരയാണ് എനിക്ക് വേണ്ടി തിരുവിലാവിൽ നൂറ്റി തന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം ഇപ്പോൾ ആ ക്രൂശിനെ ചുറ്റിപ്പറ്റിയാണ്. ആ വചനം ഒഴുകി വന്ന നാവ്, ഞാൻ ആ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ദൈവമക്കൾ എവിടെയാണ് വന്നിരിക്കുന്നത്? വെറുതെ പറഞ്ഞതല്ല, കാൽവറി തറവാട്ടിലെ മക്കളാണ് എന്ന്. രക്തത്തിൻ്റെ അടയാളമുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്വർഗ്ഗ വീടുണ്ട്. നീതീകരിക്കുന്ന ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? എല്ലാവരും ഉണർന്നു കേട്ടേ. കർത്താവായി യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ തങ്കച്ചോരയ്ക്ക് മോചിക്കാൻ സാധ്യമല്ലാത്ത പാപം ചെയ്തവരായി ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടോ? ഞാനുമില്ല, നിങ്ങളുമില്ല. കൊലപാതകമാണോ? ഗർഭസ്ഥ ശിശുവിനെ കൊന്നതാണോ? വേശ്യാവൃത്തിയാണോ? ഹല്ലേലൂയ. ഇന്ന് മോചനത്തിൻ്റെ ദിവസമാണ്. ഇന്ന് രക്തം ഗുണകരമായി സംസാരിക്കുന്ന ദിവസമാണ്. ഇന്ന് പാപിയുടെ മാനസാന്തരത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ചീഞ്ഞ് കല്ലറയിൽ കിടക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തുവിനോട് മേശയിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ദിവസമാണ്. കാരണം ഞാനിവിടെ നിന്ന് വചനം പറയുന്നുകൊണ്ടല്ല, കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വ്യാപാര ശക്തി. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. പിതാവ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്താവ് ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. മകനെ, നീ ശക്തിയോടെ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ചൊരിഞ്ഞ രക്തവും കാണിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ അഭയാചന ചെയ്യുകയാണ്. ഞാൻ ആരാണ് ദൈവമക്കളെ? എൻ്റെ പദവി എന്താണ്? ഹല്ലേലൂയ. ഞാൻ ഏത് രംഗത്താണ് നിൽക്കുന്നത്? ഈ സ്വർഗീയ രംഗം ദൈവമക്കളെ, അത് വരാൻ സാധിച്ചല്ലോ. എനിക്കെന്ത് യോഗ്യത? ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഈ വൃത്തികെട്ടവനെ ഈ തേജസ്സിൻ്റെ രംഗത്ത് നിർത്തുവാൻ തക്കോണം ദൈവത്തിൻ്റെ വലിയ ശക്തിയുടെ വലിയ വ്യാപാരം. ഹല്ലേലൂയ. ദൈവത്തിന് ആരെ ശിക്ഷ വിധിക്കുമെന്ന് മാത്രമാണ് പൗലോസ്ലീഹ ചോദിച്ചിരുന്നുവെങ്കിൽ എന്നെ ശിക്ഷ വിധിക്കാൻ പേരുണ്ട്? എന്തുമാത്രം പേരുണ്ട്? ഇവൻ മോഷ്ടിച്ചു എന്ന് പറയാൻ പാടില്ലേ? ചില സ്ത്രീകൾക്ക് പറയാൻ പാടില്ല, ഇവൻ എന്നെ ചീത്തയാക്കി എന്ന് പറയാൻ വയ്യ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവൻ വലിയ അഹങ്കാരിയാണെന്ന് പറയാൻ പാടില്ലേ? ഇവൻ വലിയ പൊങ്ങി എന്തോരും പേര് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ശിക്ഷ വിധിക്കുന്നവൻ ആര് എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇനി പറയാനൊക്കില്ല, കാരണം ദൈവം നീതീകരിച്ചു. വായിക്കാം, യെശയ്യാ 50:9 ഇത് തന്നെയാണ്. വായിക്കാം. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ തുണച്ചു. എങ്ങനെയാണ് തുണച്ചത്? എന്നെ കുറ്റം വിധിക്കുന്നവൻ ആര്? എന്നെ കുറ്റം വിധിക്കുന്നവൻ ആര്? ഹല്ലേലൂയ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുവിലാലാണ് ഒടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ വലിയ ഒരു അങ്കി കൊണ്ട് എന്നെ മൂടിയിരിക്കുകയാണ്. ശത്രു നോക്കുമ്പോൾ എന്നെ കാണുന്നില്ല. ആ വൃത്തികെട്ടവൻ എന്തി? ആ കൊലപാതകൻ എന്തി? ആ വൃത്തികെട്ട വേശ്യവൃത്തിക്കാരൻ എന്തി? ആ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അവനെ കാണുന്നില്ല. കാരണം അവൻ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ്. അവസാനത്തെ ചോദ്യം എന്നാണ്? റോമർ 8:35 വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കുന്നത് ആര്? ദൈവത്തിന് സ്തോത്രം. തുടർന്നൊരു വലിയ പട്ടിക പറയുകയാണ്. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, എന്തെല്ലാം. പിന്നെ ഈ ലോകമോ വരുവാനുള്ളതോ? പൗലോസ്ലീഹയ്ക്ക് പറഞ്ഞ തീരില്ല. ഈ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ഒരു കാര്യം അചഞ്ചലമായി എനിക്ക് ഉറപ്പുണ്ട്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിന്നെ വേർതിരിക്കാൻ, ആ സ്നേഹത്തിൽ നിന്നെ വേർതിരിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഹൃദയം തുറന്ന് നിങ്ങൾക്ക് കർത്താവിനൊരു വാക്ക് പറയാമോ? നമ്മുടെ മധ്യത്തിൽ പച്ചരക്തം വാർന്നൊലിക്കുന്ന ക്രൂശ് നാട്ടിയിട്ടുണ്ട്. ആ രക്തത്തിൻ്റെ സുഗന്ധം മണത്തുകൊണ്ടാണ് പാവപ്പെട്ട അടിയിലൂടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും ഉണർന്ന് വിശ്വാസത്തിൻ്റെ കരം കൊണ്ട് പാപിയാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ആ പച്ചച്ചോര നനഞ്ഞായിരിക്കുന്ന കാൽപാത മരക്കുരിശിനോട് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം. നീ വാക്കുകൾ കൊണ്ട് എന്നെ സ്നേഹിക്കുകയല്ല ചെയ്തത്, ജീവരക്തം ഊറ്റിത്തന്ന് എന്നെ സ്നേഹിച്ച ദൈവമേ. ഞാൻ മരിക്കേണ്ട സ്ഥാനത്തെ എൻ്റെ പാപശിക്ഷ ഏറ്റ് മരണം രുചിച്ച കർത്താവായ യേശുക്രിസ്തുവേ, മരണത്തോളം എന്നെ സ്നേഹിച്ച യേശുവേ, ദൈവത്തിൻ്റെ സ്തോത്രം. നീ പത്രോസ്ലീഹായുടെ കാര്യം ചോദിച്ചല്ലോ, തള്ളി പറഞ്ഞവനോട്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്.
പത്രോസ്ലീഹ 3 വട്ടം തള്ളി പറഞ്ഞു, 3 വട്ടം ഏറ്റുപറഞ്ഞു, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, പ്രിയമുണ്ട് എന്ന്. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ നോക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം. ആ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ എന്നിലേക്കൊന്ന് നോക്കുക. എൻ്റെ സ്നേഹമാണ് എന്നെ ഇവിടെ 3 ആണികൾ തൂക്കിയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളോടുള്ളതായിരിക്കുന്ന സ്നേഹം. എനിക്ക് വേണ്ടത് നിങ്ങളുടെ പണമല്ല, എനിക്ക് വേണ്ടത് നിങ്ങളുടെ സ്വാധീന ശക്തി ഒന്നുമല്ല. എനിക്ക് വേണ്ടത് ഹൃദയം നിറഞ്ഞതായൊരു സ്നേഹമാണ്. ഒരു കാര്യം ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, എന്നോട് തികഞ്ഞ സ്നേഹമുണ്ടെങ്കിൽ തികഞ്ഞ വെറുപ്പ് പാപത്തോടുണ്ടാകും. ഹല്ലേലൂയ. വ്യക്തമായ തീരുമാനത്തോടെ പിശാചിൻ്റെ മുഖത്തേക്ക് നോക്കി, ആ വൃത്തികെട്ട സാത്താൻ്റെ മുഖത്തേക്ക് നോക്കി, സർവ്വ അവജ്ഞയോടും തീരുമാനത്തോടും കൂടി, പിശാച് എന്നേക്കുമായി ഞാൻ നിന്നെ വെറുപ്പോടെ തള്ളിക്കളയുന്നു. യേശുവിൻ്റെ ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ആത്മാവോടും കൂടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി നിങ്ങൾ പറയുമോ? മരണപര്യന്തമുള്ളൊരു തീരുമാനം എന്നോട് പറയുകയാണ്, ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവേ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറയ്ക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം പറയുന്നുണ്ട്, ആരെല്ലാം ഇത് പറയുന്നുണ്ട്. ഇത് പറയാതെ ആരും പോകരുത്. അത് പറയുമ്പോൾ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ണ് നോക്കുന്നുണ്ട്. ആരുടെ നാവിൽ നിന്നാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ശബ്ദം ഉയർന്നു വന്നത്? അത് ഞാനാണ് കർത്താവേ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും അധികമായി എൻ്റെ കർത്താവെ ജീവൻ തന്ന് സ്നേഹിച്ച ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പച്ചരക്തം നനഞ്ഞ കാൽപാദം കെട്ടിപ്പിടിച്ചുകൊണ്ടും ഭയത്തോടെ ചുംബിച്ചുകൊണ്ടും ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ പാപത്തെ വെറുക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹ വീട്ടിൽ നിത്യത കഴിപ്പാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. കർത്താവിന് സ്തോത്രം.